രാവിലെ 9 കർത്താവേ, 9 മണിക്ക് ബേബിനെ വിളിച്ചില്ലെങ്കിൽ ബേബി പണങ്ങുമെന്ന് പറഞ്ഞ. ഹലോ ബേബി. ഞാൻ പറഞ്ഞിട്ടില്ലേ 9 മണി കഴിഞ്ഞ് വിളിച്ചാൽ ഞാൻ പിണങ്ങുമെന്ന്. സോറി ബേബി, ഞാൻ ബാത്റൂമിലായതുകൊണ്ടായിരുന്നു എടുക്കാൻ ഞാൻ. ഓ, 1 മണിക്കൂർ നീ ബാത്റൂമിലായിരുന്നോ? അത് ബേബി, ഇതെല്ലാം ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊരു പിസ്സ ഓർഡർ ചെയ്തായിരുന്നു എല്ലാവർക്കും കൂടെ. ആ പിസ്സ കഴിച്ചപ്പോൾ വയറിനകത്ത് നിന്ന് കുളു സൗണ്ടാക്കാം. ഇന്നലെ രാത്രി കിടക്കാൻ പോലും പറ്റിയില്ല. ഇന്നലെ രാത്രി ഫുള്ള് ബാത്റൂമിലായിരുന്നു. ഇന്ന് രാവിലെയും ബാത്റൂമിലായിരുന്നു. അതാണ് 1 മണിക്കൂർ ഞാൻ ബാത്റൂമിൽ ഇരുന്നത്. സോറി ബേബി, ക്ഷമിക്കും പ്ലീസ്. ആ, അതൊക്കെ പോട്ടെ. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? നാളത്തെ ദിവസത്തിൻ്റെ? ഇല്ല ബേബി, എന്താ? നാളെ എൻ്റെ ബർത്ത്ഡേ ആടാ. ഓ സോറി ബേബി, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് മറന്നുപോയി. മറന്നുപോയി. നാളെ എനിക്ക് എന്ത് ഗിഫ്റ്റാണ് കൊണ്ടുവന്നെ? നാളെ എൻ്റെ ബേബിക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടേ? എനിക്കൊരു ടെഡി ബിയർ മതി. ടെഡി ബിയറാ? ഓക്കെ, ബേബിയുടെ ആഗ്രഹം പോലെ വലുത് ഒരെണ്ണം മേടിച്ചേക്കാം. ഓക്കെ, ഹാപ്പി അല്ലേ? ഹാപ്പി. ശരി എന്നാ, ബൈ. ഓക്കെ ബേബി, ബൈ. അങ്ങനെ ബേബി പിണങ്ങിയില്ല. ബായി. നാളെ ആ ടെഡി ബിയറിൻ്റെ കൂടെ ഒരു ഡെയറി മിൽക്ക് കൂടെ വെച്ചെടുക്കാം. അപ്പം ബേബിക്ക് ഒരുപാട് സന്തോഷവും. പിന്നെ ബീച്ചിൽ, സിനിമാ തിയേറ്ററിൽ, അങ്ങനത്തെ കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് അവളുമായിട്ട് നല്ല ചില്ലടിക്കണം. ഐ ആം വെയിറ്റിംഗ് ഫോർ ടുമാറോ. അയ്യോ, പറ ബേബി. എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറ. അത് എന്തു വെച്ചു ബേബി? എടാ, നീ എൻ്റെ ബർത്ത്ഡേ പോലും ഓർത്ത് വെച്ചില്ല. നീ എനിക്ക് നല്ലൊരു ഗിഫ്റ്റും മേടിച്ചു തരത്തില്ല. പിന്നെ എന്തിനാണ് ഞാൻ നിന്നെ സ്നേഹിക്കണം? അത് ബേബിയിലെ പറഞ്ഞു ബേബിക്ക് ടെഡി ബിയർ വേണമെന്ന്. ഞാൻ പറഞ്ഞിട്ടല്ലേ നീ എനിക്ക് ആ ടെഡി ബിയർ മേടിച്ചു തരണം. എടാ, ഒരു കാമുകനാണെങ്കിൽ ഒരു കാമുകി തൻ്റെ ബർത്ത്ഡേ മറന്നുപോയി ആ കാമുകന് ഓർത്ത് വെക്കും. എന്നിട്ട് ആ ഓർത്ത് വെച്ചിട്ട് ആ കാമുകന് ആ കാമുകി അറിയാതെ എന്തോരം സർപ്രൈസ് കൊടുക്കുമെന്നറിയാമോ? നീ എന്ത് തേങ്ങാൻ പിണ്ണാക്കി എനിക്ക് അറിയാം. ഞാൻ പറഞ്ഞിട്ടാണ് നീ എൻ്റെ ബർത്ത്ഡേ പോലും പറഞ്ഞു. ബേബി, അത് ഞാൻ മറന്നു വേണ്ട. ഈ ബർത്ത്ഡേക്ക് ക്ഷമിക്ക്. അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ ഉറപ്പായിട്ടും നിനക്കൊരു സർപ്രൈസ് തന്നിരിക്കും. പ്ലീസ് ബേബി, ഇനി ഞാൻ ഉപേക്ഷിക്കരുതേ. ഞാൻ തകർന്നു പോകും ബേബി. അടുത്ത ബർത്ത്ഡേക്ക് നീ എൻ്റെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നീ എനിക്ക് സർപ്രൈസ് തരത്തുള്ളൂ. എടാ, നമ്മൾ തന്നെ ഒരു 10 വർഷമായിട്ട് പ്രേമിക്കണ്ട. എന്നോട് ഇതുവരെ മിണ്ടാതെ എന്നെ ഒന്ന് പരിചയപ്പെടുക പോലും ചെയ്യാത്ത ഒരുത്തൻ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ അറിഞ്ഞിട്ട് ഇന്നലെ രാത്രി എന്നെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി നല്ല ഫുഡൊക്കെ മേടിപ്പിച്ചതാണ്. അവനൊക്കെ അവിടെ യഥാർത്ഥ കാപോയി. അതുകൊണ്ട് ഞാൻ നിന്നെ വിടുക. എനിക്ക് ഇനി അവനെ മതി. ബേബിയല്ല, ബൂള വെച്ചിട്ട് പോടാ. ആടാ അണ്ടിത്തല്ലേ? എന്താ മോനെ അവിടെ ഒരു സൗണ്ട്? ഒന്നില്ലാടാ, ഒരു പട്ടിനെ തലക്കൊന്നേ. അവൾ പോയി. എനിക്കെന്താ ഇന്നത്തേക്ക് വേറെ പെണ്ണുങ്ങൾ വരും. വരുമോ? വരണേ ദൈവമേ. അല്ല വന്നില്ലെങ്കിൽ
എന്നെ ഈ ലോകത്ത് നിന്ന് തന്നെ അങ്ങ് വിളിക്ക്. എനിക്കിനി ഇവിടെ ജീവിക്കണ്ട. അല്ല വേണ്ടി ഇപ്പം തന്നെ എന്നെ വിളിക്ക്. എന്തൊരു ആടമ്പരെ കൊണ്ടുപോകണമല്ലോ. ദൈവം, ഈ ചെക്കൻ കാഞ്ഞെന്ന് തോന്നണം. വലിയ എസ്കേപ്പ് ആയേക്കാം.